ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. ആറാം ക്ലാസ്സിലെ തസ്കിയയാണ് ഇൻഷാ അല്ലാഹ്. അതിലെ രണ്ടാമത്തെ പാഠം ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ പാഠം ബൈത്താണ്, ആത്മീയതയാണ് അതിലെ വിഷയം. അൽ വഹ്ദത്തുസ് സാനിയ ത്വരീഖുൻ ഇലൽ ജിനാൻ, സ്വർഗത്തിലേക്കുള്ള വഴി. ത്വരീഖ് എന്ന് പറഞ്ഞാൽ വഴി. ഇലൽ ജിനാൻ സ്വർഗത്തിലേക്ക്, ജിനാൻ സ്വർഗം, ഇലൽ ജിനാൻ സ്വർഗത്തിലേക്ക്, സ്വർഗത്തിലേക്കുള്ള വഴി എന്നാണ് ഇതിന് പറയാവുന്നത്. അപ്പൊ ആത്മീയതയാണ്. ബൈത്ത് ചൊല്ലാൻ നമ്മൾക്ക് നല്ല അറിയാലോ. ഇന്നൽ ഇലാഹ വ അഹ്ല കുല്ലി സമാഇഹി വൽ അർളി ഹത്തൽ ഹൂതി മഅനം ലിൽ ഫലാ കുല്ലു യുസല്ലി യാ ഹബീബു അലല്ലദി ഖദ് അല്ലമൽ ഖൈറൽ ഉനാസ മുഹസ്സിലാ من في طريق للتعلم يسلك إلى الجنان له طريق سهلا وملائك تضع الجناح له إذا يسعى رضا بمرامه متقبلا وتعلم للباب من علم له فضل على 100 الركيعة نافلا. അൽ ഇലാഹ് അല്ലാഹു, ഇന്നൽ ഇലാഹ തീർച്ചയായും അല്ലാഹു, വ അഹ്ല കുല്ലി സമാഇഹി, അഹ്ല് എന്ന് പറഞ്ഞ ആൾക്കാർ, കുല്ലി സമാഇഹി ആകാശത്തെല്ലാമുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മലായിക, വൽ അർളി ഭൂമിയിലുള്ളവർ, ഭൂമിയിലുള്ള ഹത്തൽ ഹൂത്തി മത്സ്യം വരെ, ഹൂത്ത് മത്സ്യം, ഹത്തൽ ഹൂത്തി മത്സ്യം വരെ, മായ നംലി, നംലി എന്ന് പറഞ്ഞാൽ ഉറുമ്പ്, മായ നംലി ഉറുമ്പോടൊപ്പം എന്ന് പറഞ്ഞാൽ ഉറുമ്പ് ഉൾപ്പെടെ, അൽഫല, അൽഫല എന്ന് പറഞ്ഞാൽ മരുഭൂമി പ്രദേശം, മരുഭൂമി പ്രദേശത്തൊക്കെ ഇഷ്ടംപോലെ ഉറുമ്പുകൾ കാണും. ആ ഉറുമ്പും സമുദ്രത്തിലെ മത്സ്യം വരെ. അപ്പൊ അള്ളാഹുവും മലക്കുകളും ഭൂമിയിലെയും ആകാശത്തെയും സർവമാന ബഹുമാനമുള്ള ജീവജാലങ്ങളും കുല്ലു യുസല്ലി യാ ഹബീബു അലല്ലദി ഖദ് അല്ലമൽ ഖൈറൽ ഉനാസ മുഹസ്സിലാ, കുല്ലുൻ എല്ലാവരും, യുസല്ലി പ്രാർത്ഥിക്കും, യാ ഹബീബു എന്റെ ഹബീബെ പ്രിയപ്പെട്ട മോനെ, അലല്ലദി ഒരുത്തന് വേണ്ടി, ഒരുത്തന്റെ മേൽ, ഖദ് അല്ലമൽ ഖൈറ നന്മ പഠിപ്പിച്ചിരിക്കുന്നു, അൽ ഉനാസ ജനങ്ങൾക്ക്, മുഹസ്സിലൻ ആ ഇൽമ് നേടിക്കൊടുക്കുന്നവനായിട്ട്. പറഞ്ഞാൽ ജനങ്ങൾക്ക് നല്ലത് അറിവ് നേടിക്കൊടുക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നവർക്ക് എല്ലാവരും പ്രാർത്ഥിക്കുന്നവനെ. അപ്പൊ ഇൽമു പഠിപ്പിക്കുന്നവനാവുക എന്നത് വലിയ ഭാഗ്യമാണ്. ആ വഴിയിലേക്ക് കടക്കുക എന്നുള്ളത് വലിയൊരു സൗഭാഗ്യമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്നാൽ പഠിക്കുന്നതോ, മൻഫി ത്വരീഖിൻ ലിത്തഅല്ലുമി യസ്ലുകു ഫൈലൽ ജിനാനി ലഹു ത്വരീഖുൻ സുഹ്ലാ, മൻ ഒരാൾ, ഫീ ത്വരീഖിൻ വഴിയിൽ, ലിത്തഅല്ലുമി പഠിക്കാനുള്ള വഴിയിൽ, യസ്ലുകു പ്രവേശിച്ചാൽ, ഒരാൾ പഠിക്കാനുള്ള വഴിയിൽ പ്രവേശിച്ചാൽ, ഫഇലൽ ജിനാനി സ്വർഗത്തിലേക്ക്, ലഹു അവന്, ത്വരീഖുൻ വഴി, സുഹ്ല എളുപ്പമാക്കപ്പെടുന്നതാണ്, സ്വർഗത്തിലേക്ക് വഴി എളുപ്പമാക്കപ്പെടുന്നവനാണ്. ഇപ്പൊ പഠനത്തിന്റെ വഴിയിലേക്ക് ഒരാൾ പ്രവേശിച്ചാൽ, പഠിക്കാൻ ഒരാൾ സന്നദ്ധനായാൽ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകുന്നതാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വമലായികും തളഉൽ ജനാഹ ലഹു ഇദാ യസ്ആ റിളൻ ബിമറാമിഹി മുതഖബ്ബലാ, വമലായികുൻ മലക്കുകൾ, തളഉ വിരിച്ചു കൊടുക്കും, അൽ ജനാഹ ചിറക്, ലഹു ഈ പഠിക്കുന്നവന്, ഇദാ യസ്ആ അവൻ നടക്കുമ്പോൾ, റിളൻ തൃപ്തി കൊണ്ട്, ചിറക് വിരിച്ചു കൊടുക്കുന്ന റിളൻ തൃപ്തിയുടെ പേരിൽ, ബിമറാമിഹി ഇവന്റെ ഉദ്ദേശത്തിന് കൊണ്ടുള്ള തൃപ്തി. അതായത് ഇവന്റെ ഉദ്ദേശം എന്താ? പഠിക്കുക. ആ പഠിക്കുക എന്നുള്ളത് മലക്കുകൾക്ക് ഭയങ്കര തൃപ്തി ആയതുകൊണ്ട് മലക്കുകൾ ചിറക് വിരിച്ചു കൊടുക്കുന്നു. ചിറക് വിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ കാവൽ നൽകുന്നു. മുതഖബ്ബലൻ അവന്റെ ആ ആഗ്രഹം സ്വീകരിക്കപ്പെട്ട നിലയിൽ. വതഅല്ലുമുൻ ലിൽബാബി മിൻ ഇൽമിൻ ലഹു ഫളലുൻ അലാ 100 റുകൈഅതി നാഫിലാ. വതഅല്ലുമുൻ പഠിക്കൽ, ലിൽ ബാബി ഒരു അധ്യായം, ഒരു ബാബ്, മിൻ ഇൽമിൻ ഇൽമിന്റെ ഒരു ബാബ്, ഒരു അധ്യായം പഠിക്കൽ, അതിന് ലഹു അതിനുണ്ട്, ഫളലുൻ മഹത്വമുണ്ട്, ഏതിനേക്കാൾ,
അലാ മിഅത്തി, നൂറിനേക്കാൾ, അറുക്കയ്യാത്തി, നിസ്കാരം, നാഫിലൻ സുന്നത്തായ 100 റക്അത്ത് നിസ്കാരത്തെക്കാൾ ഫളിലുണ്ട് ഒരധ്യായം പഠിക്കുന്നതിന്. അപ്പൊ പഠിക്കുന്നതിന് വലിയ മഹത്വമാണ്, പഠിപ്പിക്കുന്നവർക്ക് വലിയ മഹത്വവും മലക്കുകളെ പ്രാർത്ഥനയും ലഭിക്കും. എല്ലാവർക്കും മനസ്സിലായല്ലോ? എല്ലാവർക്കും മനസ്സിലായി. ഇനി തദ്രീബാത്തിലേക്ക് ഇതിന്റെ അർത്ഥമൊക്കെ എല്ലാവരും പഠിച്ച അർത്ഥം ഒന്ന് ജസ്റ്റ് വിലയിരുത്തി നോക്കൂ. ഹൂത്തിന്റെ അർത്ഥം എന്താ? മത്സ്യം. നംലിന്റെ അർത്ഥം എന്താ? ഉറുമ്പ്. ഫലാത്ത്, ഫലാത്ത് എന്നതിന്റെ ഇതാണ് ഫല, മരുഭൂമി. ജന്നത്ത് ബഹുവചനാണ് ജിനാൻ, സ്വർഗം. ജനാഹ്, ചിറക്. മറാമ്, ഉദ്ദേശ്യം. നാഫിലത്ത്, സുന്നത്ത് നിസ്കാരം. തഅല്ലമ, പഠിച്ചു. അല്ലമ, പഠിപ്പിച്ചു. ഹസ്വല, നേടി, അറിവ് നേടുന്നതിനാണ് ഇവിടെ ഹസ്വല എന്ന് പറഞ്ഞത്. തദ്രീബാത്ത് ഒന്ന് വായിച്ചു നോക്കി. ഇതുപോലെ ഫീലുകൾ ഇങ്ങനെ വായിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ്. വെറുതെ ഒരു ശ്രദ്ധിക്കാതെ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാവും. സ്വല്ല മാലി, യുസല്ലി മുദാരി, സ്വലാത്ത് മസ്ദർ, ഇതൊക്കെ അങ്ങനെ തന്നെ. സലക്ക യസുലുക്കു സുലൂക്ക്, സഹല യുസക്കിലു തസ്കീല്. അർത്ഥം എങ്ങനെയാ? സ്വല്ല നിസ്കരിച്ചു, യുസല്ലി നിസ്കരിക്കും, സ്വലാത്ത് നിസ്കരിക്കൽ. സലക്ക പ്രവേശിച്ചു, യസുലുക്കു പ്രവേശിക്കും, സുലൂക്ക് പ്രവേശിക്കൽ. സഹല എളുപ്പമാക്കി, യുസക്കിലു എളുപ്പമാക്കും, തസ്കീൽ എളുപ്പമാക്കൽ. വല വിരിച്ചു, വെച്ചു അല്ലെങ്കിൽ വിരിച്ചു. യലൗ വിരിക്കും, വല വിരിക്കൽ. തഅല്ലമ പഠിച്ചു, യതഅല്ലമു പഠിക്കും, തഅല്ലും പഠിക്കൽ. സഅ നടക്കുക അല്ലെങ്കിൽ ഓടുക, അതുപോലെ അധ്വാനിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. തൽക്കാലം നടക്കുക എന്നർത്ഥം വെക്കുക. യസഅ നടക്കും, സഈ നടക്കുക. ഇനി ഈ കാണുന്ന ഈ ലഫ്ലുകൾ, ഈ വാക്കുകൾ ഉപയോഗിച്ചിട്ട് സെന്റൻസ് ഉണ്ടാക്കുക. യുസല്ലി പ്രാർത്ഥിക്കും. അപ്പൊ പ്രാർത്ഥിക്കുക എന്നതിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഇതാ കുല്ലു യുസല്ലി അലല്ലദി ഖദ് അല്ലമൽ ഖൈറ എന്ന് പറഞ്ഞത്. അപ്പൊ എന്ത് പറയാം? അൽ മലായിക്കത്തു, യുസല്ലിൽ മലായിക്കു അല്ലെങ്കിൽ മലായിക്കത്തു അലൽ മുഅല്ലിമി, നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്നവന് മലക്കുകൾ പ്രാർത്ഥിക്കും. അപ്പൊ യുസല്ലിൽ മലായിക്കത്തു അലൽ മുഅല്ലിമി. അപ്പൊ എന്തായി? അത് പ്രയോഗമായി. രണ്ടാമത്തെ എന്താ? സലക്ക, പ്രവേശിച്ചു. പ്രവേശിച്ചു എന്നുള്ള എവിടെയാ? യസുലുക്കു ഇലൽ ജിനാനി പറഞ്ഞല്ലോ. യസുലുക്കു ലിത്തഅല്ലുമി. മൻ സലക്ക ഫീ ത്വരീഖിൻ ലിത്തഅല്ലുമി, മൻ സലക്ക ഫീ ത്വരീഖിൻ ലിത്തഅല്ലുമി സുഹില ലഹു ത്വരീഖുൻ ഇലൽ ജന്ന. ഒരാൾ ഇൽമിന്റെ വഴിയിൽ പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്ക് വഴി എളുപ്പമാക്കുന്നതാണ്. മൻ സലക്ക ത്വരീഖൻ, മൻ സലക്ക ത്വരീഖൻ ലിത്തഅല്ലുമി സുഹില ലഹു ത്വരീഖുൻ ഇലൽ ജന്ന. അത് ഗദ്യമാക്കിയാൽ അങ്ങനെയാണ് ഉണ്ടാകുക. ഇനി യലൗ വിരിച്ചു കൊടുക്കുന്നല്ലേ പറഞ്ഞത്? എവിടെയാ വന്നത്? വമലായികുൻ തലൗൽ ജനാഹ ലഹു ഇദാ യസ്ആ റിളൻ ബിമറാമിഹി മുതഖബ്ബല എന്നാണ്. അവിടെ എന്ത് പറയാം? വമലായികുൻ തലൗൽ ജനാഹ ലിൽ മുതഅല്ലിമി, ലിൽ മുതഅല്ലിമി അങ്ങനെ മതി. വലായികുൻ തലൗൽ ജനാഹ ലിൽ മുതഅല്ലിമി. പിന്നെന്താ? തഅല്ലമ, തഅല്ലമ അതിൽ വന്നിട്ടുണ്ട് എന്നാലും പറയാം. അൽ മുതഅല്ലിമു തഅല്ലമ ബാബൻ മിനൽ ഇൽമി, ഒരു മുതഅല്ലിമ് ഇൽമിൽ നിന്ന് ഒരു അധ്യായം പഠിച്ചു. ഇത് വെച്ചിട്ടുണ്ടാക്കിയതാണ്. അൽ മുതഅല്ലിമു തഅല്ലമ ബാബൻ മിനൽ ഇൽമി. ഇനി അല്ലമ പഠിപ്പിച്ചു. അൽ മുഅല്ലിമു അല്ലമ ബാബൻ മിനൽ ഇൽമി. അപ്പൊ എന്തായി? അതുമായി. വ്യത്യസ്തമായ വാക്കുകൾ ഉണ്ടാക്കാം. ഞാനൊരു വാക്ക് ഉണ്ടാക്കിയെന്നേ. നദ്കുറു അദദൽ കലിമാത്ത്, നദ്കുറു പറയുക. ദക്കറ യദ്കുറു, നദ്കുറു നമ്മൾ പറയുന്നു. അദദ് എണ്ണം, അൽ കലിമാത്ത് വാക്കുകളുടെ എണ്ണം. ഫീ കുല്ലി കലാമിൻ, എല്ലാ സംസാരത്തിലുള്ള 1, 2, 3 ഈ സംസാരത്തിലുള്ള കലാമില് ഉള്ള കലിമത്തുകൾ എത്രയുണ്ട്? കമാഫിൽ മിസാലി, ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്താലീമു ഇബാദത്ത്. അപ്പൊ താലീമു എന്നൊരു വാക്കാണ്, ഇബാദത്ത് മറ്റൊരു വാക്ക്. അപ്പൊ 2 കലിമത്ത് ഉണ്ട് ഇതിൽ. അതുപോലെ ഇവിടെ അൽ മലായിക്കത്ത് ഒരു കലിമത്ത്,
രണ്ട്, തലൗ 2, അൽ ജനാഹ 3. അപ്പൊ 3 കലിമത്ത്. ഇനി ഇവിടെയോ കുല്ലു യുസല്ലി അലാമൻ അല്ലമൽ ഖൈറ. അപ്പൊ കുല്ലു ഒരു കലിമത്ത്, യുസല്ലി 2, അല 3, മൻ 4, അല്ലമ 5, അൽ ഖൈറ 6. 1, 2, 3, 4, 5, 6. 6 കലിമത്ത്. അതുപോലെ പാഠം മുഴുവൻ നിങ്ങൾക്ക് വിലയിരുത്തി നോക്കാട്ടോ കലിമത്തുകളെ. നക്തുബുൽ മാന, അർത്ഥം എഴുതുക. നക്തുബു നമ്മൾ എഴുതുന്നു, അൽ മാന അർത്ഥം. ഇതിന്റെ ഒക്കെ അർത്ഥം എന്താ പഠിച്ചല്ലോ, പൂത്ത് മത്സ്യം, പൂത്ത് മത്സ്യം. പിന്നെ നംല്, നംല് ഉറുമ്പ്. ത്വരീഖ് വഴി, ത്വരീഖ് വഴി. ജനാഹ് ചിറക്. മറാമ് ഉദ്ദേശ്യം. ഫളല് മഹത്വം. നക്തഷിഫുൽ ഇജാബാത്ത്, ഉത്തരങ്ങൾ കണ്ടെത്തുക. ഇജാബാത്ത് ഉത്തരങ്ങൾ. നക്തഷിഫു എന്ന് പറഞ്ഞാൽ നാം കണ്ടെത്തും. ഇക്തഷഫ യക്തഷിഫ്, അതിന്റെ നമ്മൾ എന്നതാണ് നക്തഷിഫ്. ലി തഅല്ലുമി ബാബിൻ മിനൽ ഇൽമി ഫളലുൻ നുബയ്യിനു. ലി തഅല്ലുമി പഠിക്കുന്നതിനുണ്ട്, ബാബിൻ ഒരു അധ്യായം പഠിക്കുന്നതിന്, മിനൽ ഇൽമി ഇൽമിൽ നിന്ന് ഒരു അധ്യായം പഠിക്കുന്നതിനുണ്ട്, ഫളലുൻ മഹത്വം, നുബയ്യിനു അത് വിശദീകരിക്കുക. എന്താ വിശദീകരിക്കേണ്ടത്? ഒരു അധ്യായം, ഇൽമിലെ ഒരു അധ്യായം പഠിക്കുന്നത് 100 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ മഹത്വമുള്ളതാണ്. ഒരു ഇൽമിലെ ഒരു അധ്യായം പഠിക്കുന്നത് 100 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ മഹത്വമുള്ളതാണ്. പോരെ? കുല്ലുൻ യുസല്ലി, ഈ കുല്ലുൻ യുസല്ലി, കുല്ലുൻ എല്ലാം, യുസല്ലി പ്രാർത്ഥിക്കുന്നു, അല യാ ഹബീബു ഓ പ്രിയപ്പെട്ടവനെ, അലാമൻ ആരുടെ മേൽ പ്രാർത്ഥിക്കുന്നു, ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആർക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? കുല്ലുൻ യുസല്ലി യാ ഹബീബു അലല്ലദി ഖദ് അല്ലമൽ ഖൈറൽ ഉനാസ മുഹസ്സില, ജനങ്ങൾക്ക് നല്ല കാര്യം പഠിപ്പിക്കുന്നവൻ. ആരുടെ മേലാണ്? അലാമൻ അല്ലമൽ ഖൈറൻ, അല്ലമൽ ഉനാസ അൽ ഖൈറ, ജനങ്ങൾക്ക് നല്ല കാര്യം പഠിപ്പിക്കുന്നവന്. മൂന്നാമത്തെ ചോദ്യം എന്താ? സുഹില എളുപ്പമാക്കപ്പെട്ടു, ത്വരീഖുൻ വഴി, ഇലൽ ജിനാൻ സ്വർഗത്തിലേക്ക്, ലിമൻ ആർക്ക്, ആർക്കാ? ഇൽമിന്റെ വഴിയിൽ പ്രവേശിച്ചവന്. സുഹില എളുപ്പമാക്കപ്പെടുന്നതാണ്, സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കപ്പെടുന്നതാണ് ഇൽമിന്റെ വഴിയിൽ ഇൽമു പഠിക്കുന്ന വഴിയിൽ പ്രവേശിച്ചവന്. ഇൽമി വഴി പഠിക്കുന്ന വഴിയിൽ പ്രവേശിച്ചവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കപ്പെടുന്നതാണ്. 4, തളഉൽ മലായികത്തു ജനാഹഹും, മലക്കുകൾ ചിറക് വിരിച്ചു കൊടുക്കും. തളഉ വിരിച്ചു കൊടുക്കും, അൽ മലായികത്തു മലക്കുകൾ, ജനാഹവും അവരുടെ ചിറക്, ലിമൻ ആർക്ക്, വലിമ എന്തിന്. ലിമൻ ആർക്ക്, വലിമ എന്തിന്, എന്താ കാരണം? എന്തായിരുന്നു ചിറക് വിരിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞത്? അവരുടെ ഇൽമിന് മഹത്വമുള്ളത് കൊണ്ട്. ഒന്നാമത്തെ ചോദ്യം എന്താ? ലിമൻ ആർക്ക്, ഇൽമു പഠിക്കുന്ന വഴിയിൽ പ്രവേശിച്ചവർക്ക്. എന്താണ് കാരണം? ഇൽമിന് വലിയ മഹത്വമുള്ളത് കൊണ്ട്. ഇനി നുതർജിം, തർജമ യുതർജിമു, നുതർജിമു നാം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, ഇലാ ലുഗത്തിന നമ്മുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഒമലായിക്കുൻ തളഉൽ ജനാഹ ലഹു, ഒമലായിക്കുൻ മലക്കുകൾ, തളഉ വിരിച്ചു കൊടുക്കുന്നു, അൽ ജനാഹ ചിറക്, ലഹു അവന്, അവന് മലക്കുകൾ ചിറക് വിരിച്ചു കൊടുക്കും, അവന് മലക്കുകൾ ചിറക് വിരിച്ചു കൊടുക്കും. ഇനി കുല്ലുൻ എല്ലാവരും, യുസല്ലി പ്രാർത്ഥിക്കും, അലാമൻ ഒരാൾക്ക്, അല്ലമ പഠിപ്പിച്ച, അൽ ഖൈറ നന്മ, അൽ ഉനാസ ജനങ്ങൾക്ക് നന്മ പഠിപ്പിക്കുന്നവന്റെ മേൽ എല്ലാവരും പ്രാർത്ഥിക്കുന്നതാണ്. ജനങ്ങൾക്ക് നന്മ പഠിപ്പിക്കുന്നവന്റെ മേൽ എല്ലാവരും പ്രാർത്ഥിക്കുന്നതാണ്. ഇന്നൽ ഇലാഹ വ അഹ്ലസ് സമാഇ വൽ അർളി യുസല്ലൂൻ, ഇന്നൽ ഇലാഹ തീർച്ചയായും അല്ലാഹു, അഹ്ലസ് സമായി ആകാശത്തിലുള്ള മലക്കുകൾ, വൽ അർളി ഭൂമിയിലുള്ള മറ്റു ജീവജാലങ്ങൾ, യുസല്ലൂൻ പ്രാർത്ഥിക്കുന്നതാണ്. അപ്പൊ അല്ലാഹുവും ആകാശത്തിലെയും ഭൂമിയിലെയും സർവ്വ ജീവജാലങ്ങളും പ്രാർത്ഥിക്കുന്നതാണ്. പോരെ? നംല ഉൽ ഫറാഗ് വിട്ടഭാഗം പൂരിപ്പിക്കുക. എന്താ വിട്ടഭാഗം പൂരിപ്പിക്കേണ്ടത്? വതഅല്ലുമുൽ ലിൽ ബാബി മിൻ ഇൽമിൻ ലഹു ഫളലുൻ അലാ മിഅതി റുകൈഅതി നാഫിലാ. പോരെ? ഇനി പ്രൊജക്ട് എന്താണ്? തഖ്സീസ് പ്രൊജക്ട്. നുഇദ്ദു ഫിഖറതൻ അൻ ഫളാഇലിൽ ഇൽം,
ഇൽമിന്റെ മഹത്വങ്ങളെ കുറിച്ച് ഒരു ഖണ്ഡിക തയ്യാറാക്കുക. ധാരാളം പഠിക്കാം. ഇൽമു പഠിച്ചാൽ ആ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകും. മലക്കുകൾ ചിറക് വിരിച്ചു കൊടുക്കും. വലിയ പുണ്യമുള്ള സൽക്കർമ്മമാണ്. ഇൽമു ഇല്ലാതെ ഒരു അമലും സ്വീകാര്യമല്ല. ഇൽമുണ്ടായാൽ ചെയ്യുന്ന അമലുകൾക്ക് കൂടുതൽ മഹത്വമുണ്ട്. ഇൽമുണ്ടായാൽ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ പറ്റും. അപ്പോ ഇൽമു പഠിക്കൽ വലിയ മഹത്വമുള്ളതാണ്. ഇൽമു പഠിപ്പിക്കൽ വലിയ മഹത്വമുള്ളതാണ്. ഇൽമുള്ളവർക്ക് അള്ളാഹുവിന്റെ, മലക്കുകളുടെ, മറ്റ് ജീവജാലങ്ങളുടെ ഒക്കെ പ്രാർത്ഥന കിട്ടും. അങ്ങനെ ഒരുപാട് കാര്യം നമുക്ക് പറയാം. അപ്പോ നമ്മൾ മദ്രസ ക്ലാസ്സുകൾ പഠിക്കുന്നു. പഠിച്ചതിന് പുറമെ സഹായകമായി ഇത്തരം വീഡിയോകളൊക്കെ ഉപയോഗിക്കുന്നു. കൂട്ടുകാർക്കൊക്കെ എത്തിച്ചു കൊടുക്കുന്നു. നമ്മൾ ഇത് ഉപയോഗപ്പെടുത്തുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.